ഞാൻ ചോദിച്ചതല്ല, നിങ്ങൾ റെസിപ്റ്റ് എന്ത് ചെയ്യും? നിങ്ങൾ റെസിപ്റ്റ് പറ. നിങ്ങൾ പൈസ മേടിച്ച റെസിപ്റ്റ് എന്ത് ചെയ്യും? അല്ല, ആ റെസിപ്റ്റ് പോരാ. നിങ്ങൾ റെസിപ്റ്റ് ഇത് എന്നാന്നറിയോ? ഇത് ജനങ്ങൾ അറിയണം. നിങ്ങൾ ഈ കാണിക്കുന്ന പോകൃതങ്ങൾ ജനങ്ങൾ അറിയണം. ചേച്ചി എങ്ങനെയെങ്കിലും പൈസ 10-ാം തീയതിക്കുള്ളിൽ അടച്ചു. എന്റെ വീട്ടിൽ ഞങ്ങൾ വന്നാൽ തനിക്ക് ഇഷ്ടപ്പെടുവോ? 2 മണിക്കൂർ ബൈക്കിട്ട് വെച്ച് നിൽക്കാൻ സമ്മതിക്കോ? 8 ലക്ഷം രൂപ. നിങ്ങൾ ഒരു മാസം എത്ര രൂപ അടയ്ക്കുന്നു? 15,000 രൂപ. ഇതുവരെ എന്തെങ്കിലും കുടിശ്ശികയുണ്ടോ? കുടിശ്ശികയില്ല. ഇപ്പം കുടിശ്ശികയുള്ള ഇനത്തിൽ ഇനി ആകെപ്പാടുള്ള 4,500 രൂപ അടയ്ക്കാൻ 10 കൊടുത്തു. 4,500 അടയ്ക്കാവുന്ന കൊടുത്തു. അത് ഇന്നലെയല്ലേ കൊടുത്തു? ഇന്നലെ കൊടുത്തു. 1 മണി ആയപ്പോ കൊടുത്തു. ഇനി 4,500 രൂപ ബാക്കി കൊടുക്കാനുള്ളൂ. അത് വാങ്ങിക്കാൻ വേണ്ടി പുള്ളി ഇവിടെ മണിക്കൂറുകൾ ഇവിടെ ഇരിക്കുകയാണ്. ഇന്നലെ മണിക്കൂറുകളോ ഇരുന്നു. ഇന്നലെ 5 മണി ആയിട്ടാ ഇവിടുന്ന് പോയത്. ഇന്നലെ 5 മണിയായിട്ട്. ഇന്ന് എത്ര മണി വരെ? ഇന്ന് 12 മണി ആയപ്പം വന്നു. ഇപ്പൊ 2:30 ആയില്ലേ? 2:30 വരെ ഇരുന്നു. ഏരിയ മാനേജർ വിളിച്ചേച്ച് പറഞ്ഞു പൈസ അടയ്ക്ക് നല്ല മോളെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. മോളെ ഫോൺ ചെയ്യാറുണ്ടോ? മോളെ വിളിക്കാറുണ്ട്. മോളുമായിട്ട് എന്തെങ്കിലും ഇതിന് ബന്ധമുണ്ടോ? ബന്ധമില്ല. അപ്പൊ അവിടെ ഇരിക്കുന്ന മോളെ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ട്? ശല്യം ചെയ്യുന്നു. അതിന്റെ ആവശ്യമില്ല. ഇല്ല. ഡ്യൂട്ടി സമയത്ത് വിളിച്ച ശല്യം ചെയ്യുന്നു. അവിടെ മോൾ എവിടെ പഠിക്കുന്നത്? പഠിക്കുമല്ല, ജോലി ചെയ്യുന്നത് എവിടെയാ? നാരായണ ഹോസ്പിറ്റലിൽ. അങ്ങോട്ട് വിളിച്ച് ഇയാൾ പറയുന്നുണ്ട്. അത് കൂടാഞ്ഞിട്ട് വീട്ടിൽ വന്നിരിക്കുന്നു. ഇവിടെ എത്ര മണി വന്നിരിക്കാൻ തുടങ്ങിയിട്ട്? കഴിഞ്ഞ ദിവസം 10 മണി ആയപ്പം വന്നിട്ട് വൈകിട്ട് 5 മണി ആയപ്പോഴാണ് പോയത്. 10 മണിക്ക് വന്നിട്ട് 5 മണിക്ക് പോയി. ഇന്നലെ ഇന്ന് എത്ര മണിയായി വന്നിട്ട്? 12 മണി ആയപ്പോ വന്നു. സമയം 2:30. 2 മണി വരെ ഉണ്ടായിരുന്നു. 2 മണി വരെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്ത പൈസ അടയ്ക്കാതെ പോകാൻ പറ്റത്തില്ല. പൈസ അടയ്ക്കാതെ ഇതിന്റെ റെസിപ്റ്റ് റെസിപ്റ്റ് തന്നിട്ടില്ല. ഇതിനു വേണ്ടി വരുമ്പോഴത്തേക്കും പിരിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല. പറഞ്ഞു. 1 മിനിറ്റ് പറഞ്ഞു. ആരോട് വേണം ചോദിച്ചാൽ ഒരു വീട്ടിൽ കയറി ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് തരാനുള്ള ഒരു നമ്പർ ഞാൻ തരാം. സാർ പറയുന്നതാണോ? നിങ്ങൾക്ക് സാറുമായിട്ട് വിഷയമില്ല. ഞങ്ങൾക്ക് സാറുമായിട്ട് വേറെ ഇവൻ പറഞ്ഞത് വന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നത് ചേച്ചി ഏരിയ മാനേജർ സംസാരിക്കുകയല്ല, ചേച്ചിയുടെ ഫോട്ടോ ഇട്ട് കൊടുക്കാൻ ഓരോ മണിക്കൂർ എന്നെ വിളിച്ച് ഫോട്ടോ ഇടും. എന്തെങ്കിലും പേപ്പറിൽ ഒപ്പിട്ട് തരാൻ പറഞ്ഞു? പേപ്പറെ ഒപ്പിട്ട് തരാൻ പറഞ്ഞു. ഒരു വെള്ള പേപ്പറയിൽ ഒപ്പിട്ട് മേടിച്ചോണ്ട് അങ്ങ് പോരാനാ പറഞ്ഞു. കൊടുത്തോ? ഇല്ല, കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ തൊഴിലുറപ്പിൽ പോയപ്പം തൊഴിലുറപ്പിൽ വന്നു. തൊഴിലുറപ്പിൽ അതുവരെ ഞാൻ ഇവിടെ 2 മണി ആയപ്പം ഞാൻ ചോറുണ്ടേച്ചിട്ട് പോയി. അവിടെ പോയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്റെ പുറകെ തൊഴിലുറപ്പി തപ്പി വന്നു. അപ്പം ചേച്ചിമാര് കണ്ട നാണക്കേടാണല്ലോ എന്ന് ഓർത്തോണ്ട് ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞ് പോലീസിനെ വിളിച്ചു. അന്നേരം നമ്മുടെ പാലായിലെ PROയെ വിളിച്ചതാ. വിളിച്ചു കഴിഞ്ഞപ്പോ പോലീസ് സ്റ്റേഷൻ എന്നോട് പറഞ്ഞു ഒരു പരാതി കൊണ്ട കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ പിന്നെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി കൊടുക്കാവല്ലോ, ഇതിനൊന്നും പോകണ്ടെന്ന് ഓർത്തോണ്ട് കുടിശ്ശിയൊന്നും ഇല്ല, എങ്ങനെയെങ്കിലും കറക്കി കുത്തി 29-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും പൈസ ഉണ്ടാക്കി കൊടുക്കും. 4,500 രൂപ മാത്രമേ നിങ്ങൾ കൊടുക്കാനുള്ളൂ നിലവില്. ഇന്നലെ 10,000 കൊടുക്കുകയും ചെയ്തു. ഈ ഒരു കാര്യത്തിനാണ് മുത്തൂറ്റെ മാനേജരാണെന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ആദ്യം വന്നത് മാനേജർ, ഒരു കൊച്ച വന്ന് കളക്ഷന് വന്നത്. അന്നേരം അത് 10 രൂപ വിനോദ് പറഞ്ഞു 1 മണി ആകുമ്പോഴത്തേക്കും വരുന്നാ മതി, കൊടുത്തന്നേക്കാന്ന് പറഞ്ഞു. ഇനി 2-3 ദിവസം മുമ്പ് ഇതുപോലെ വന്നായിരുന്നു. വന്ന് മിക്കപ്പോഴും വന്നോണ്ടിരിക്കുക. ഇതിപ്പം 4 മാസമായി. 4,500 രൂപയ്ക്ക് വേണ്ടി ഭീഷണിയും വീട്ടിൽ കയറി താമസവും വീടിന്റെ മുന്നിൽ മണിക്കൂറുകൾ ഇരിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇന്നലെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല. ഒരാൾ ചെയ്യുന്ന കാര്യമാണ്. ഭക്ഷണവും കഴിച്ചിട്ടില്ല, ഞങ്ങള് പശുവിനെയും കറന്നില്ല. ഞങ്ങൾ എന്നിട്ട് വക്കീലിന്റെ അടുത്ത് പോയി, പ്രകാശൻ വക്കീലിന്റെ അടുത്ത് പോയായിരുന്നു. അന്നേരം വക്കീൽ അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഇവിടെ. ചേച്ചിക്ക് എങ്ങനെയുള്ള ഒരാൾക്ക് വീട്ടിൽ വന്ന് ഇരിക്കാനോ മണിക്കൂറിൽ ഇരിക്കാൻ പറ്റുകയെന്നുള്ള നിയമത്തെ കുറിച്ചൊന്നും അറിയത്തില്ല അല്ലേ? ആദ്യ അനുഭവമായിരിക്കും. ഞാൻ ഇങ്ങനെയൊന്നും വീട്ടമ്മയാണ്, അതുകൊണ്ട് പറ്റിപ്പോയ അവസ്ഥയാണ്. ഞങ്ങള് പണിയെടുക്കുന്നു. നമ്മളിങ്ങനെ ലോൺ എടുത്ത പിള്ളേരെ പഠിപ്പിച്ചത്. 2 പിള്ളേരെ BSc നഴ്സിംഗ് പഠിപ്പിച്ചത് ഈ റബ്ബർ വെട്ടി ഇങ്ങനെയാ പഠിപ്പിച്ചേക്കുന്നത്. പോയാൽ മതി. അല്ലല്ല, നീ റെസീപ്റ്റ് വാങ്ങിട്ട് വന്നിട്ട് പോയാൽ നീ ഞാൻ പോകണ്ട. അല്ല, ഇത് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ എന്ത് ചെയ്യും? അല്ല ഞാൻ പറഞ്ഞു വേറെ ഒരു കൊച്ചാ മേടിച്ചത്. അന്നേരം പറഞ്ഞു മാനേജർ വരാനുണ്ട്, മാനേജർ വന്നിട്ടേ പോകണം എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പറഞ്ഞു മാനേജർ വരുന്നതിനത്ര നിങ്ങളോ അല്ലെ പൈസ മേടിച്ചിട്ട് നിൽക്കുന്നത്, പൊക്കോ മോനെ, നീ ആ കൊച്ചിനോട് പറഞ്ഞാൽ മതി. ഈ കൊച്ചു ഇച്ചിരി ദേഷ്യപ്പെടുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ദേഷ്യപ്പെടരുത്, എന്നോട് ദേഷ്യപ്പെട്ട എനിക്ക് ഉണ്ടാവുകയില്ല. ചേട്ടാ ചേച്ചിയോടും ചോദിക്കും, ഞങ്ങൾ എന്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ചോദിക്കും. ഒരു 3,000 രൂപ തരാവോ എന്ന് ചോദിച്ചാൽ രാവിലെ തരാവോ ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് നിയമമുണ്ടോ? വീട്ടിൽ ഇരിക്കാൻ നിയമമുണ്ടോ? അതല്ലേ ഞാൻ വിളിച്ച്
ചേട്ടൻ ഇതിനകത്ത് ഇപ്പൊ 2 മണിക്കൂർ മേളിലാണ് 2 മണിക്കൂർ മേളിലാണ്. അന്നേരം ചേട്ടൻ ഇതിനകത്ത് ഷോ ഓഫ് കാണിക്കാനാണെങ്കിൽ ചേട്ടൻ എന്ത് വേണമെങ്കിലും കാണിച്ചു. ഞാൻ എന്ത് വേണേലും ചെയ്തോ. ഒന്ന് ഇയാള് മുത്തൂറ്റിന്റെ ID കാർഡ് ഇതുവരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചോളാം. അസിസ്റ്റന്റ് മാനേജറാന്നാ പറഞ്ഞത്. പക്ഷെ താങ്കളുടെ ID കാർഡ് കാണിച്ചിട്ടില്ല ഇതുവരെ. നിങ്ങൾ ഞങ്ങളുടെ ഏരിയ മാനേജറായിട്ടും സംസാരിക്കുക. ഏരിയ മാനേജർ ഞങ്ങൾ ഇന്ന് രാവിലെ ഈ പയ്യേല് ഒരു വീട്ടിൽ നിന്ന് മുത്തൂറ്റുകാര് മുത്തൂറ്റ് ഫിൻകോർപ്പി എന്നാണെന്നും പറഞ്ഞ് ഒരു പയ്യൻ രാവിലെ 11:30 തൊട്ട് ഒരു വീട്ടിൻ്റെ തിണ്ണെ കയറിയിരുന്ന് കാലുമൊക്കെ വെച്ച് വണ്ടിയിലെ കാലുമൊക്കെ വെച്ച് ഭീഷണിപ്പെടുന്ന രീതിയിൽ ആണെന്നും പറഞ്ഞ് ഇവിടെ ഈ വീട്ടിൽ നിന്നുള്ള ആൾക്കാർ വിളിച്ചതനുസരിച്ച് ഞങ്ങൾ 2-3 പേരോട് എത്തിയതിന് ശേഷം ഞാൻ അയാളോട് ചോദിച്ചു എത്രയാണ് പെൻഡിങ്. അയാൾ പറഞ്ഞു 4500 രൂപ മാത്രമേ പെൻഡിങ് ഉള്ളൂ. ആ 4500 രൂപ ഇന്നലെ 10,000 രൂപ മേടിച്ചിട്ട് ഇന്ന് 4500 രൂപയ്ക്ക് വേണ്ടിയാണ് അയാൾ ആ ഷോ ഓഫ് മുഴുവൻ കാണിക്കുന്നത്. 1500 രൂപ 14,000 രൂപ അടയ്ക്കേണ്ടടുത്ത് 4,000 ചില്ലുവാനും പൈസയ്ക്ക് വേണ്ടിയാണ് അയാൾ ഈ ഒരു വീട്ടിൽ ഒരു 11:30 തൊട്ട് ഏകദേശം ഇപ്പം സമയം 2:30 വരെ അയാളോട് നിൽക്കുകയും ശേഷം ഞങ്ങളോട് ഒന്ന് സംസാരിക്കുകയും അയാൾ വളരെ മോശമായിട്ട് ഒരു ഇവിടുത്തെ കുടുംബക്കാരെ ഭീഷണിപ്പെടുത്തി എന്തോ പേപ്പറിൽ എഴുതി മേടിക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ഇവിടെ 2 പെൺകുട്ടികൾ ആ പെൺകുട്ടികളെ വിളിക്കുകയും അവർക്കും ഒരു ഭീഷണി അവരുടെ ജോലി സ്ഥലത്ത് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംവിധാനം അറിഞ്ഞതിന് ഞങ്ങൾ വയ്യും ഞങ്ങളതിൽ ഇടപെടുകയാണ് ഉണ്ടായത്. തീർച്ചയായും ഇത് ഇങ്ങനെയുള്ള ഈ പ്രൈവറ്റ് ബാങ്കുകളുടെ പ്രവർത്തനം തീർച്ചയായും ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ കളക്ടറും അല്ലെങ്കിൽ ഇവിടുത്തെ DYSP ഉൾപ്പെടെയുള്ള നിയമ സംവിധാനങ്ങൾ അറിയേണ്ടതാണ്. ഇങ്ങനെയുള്ള വീടുകളിൽ 2-3 മണിക്കൂർ ഒരു വീട്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, അവരെ മാനസികമായിട്ട് ഇത് ഒരു പക്ഷേ ഈ കുടുംബം ആത്മഹത്യയിലേക്ക് പോയാൽ പോലും സാധിക്കുന്ന രീതിയിലാണ്. കാരണം അവർ 2 ദിവസമായിട്ട് അവരുടെ വീട്ടിൽ ഈ 4,500 രൂപയ്ക്ക് വേണ്ടി അവർ 2 ദിവസമായിട്ട് ഈ വീട്ടിൽ കയറി ഇറങ്ങണം ഒരു പാവപ്പെട്ടവരുടെ വീട്ടിൽ. ഇങ്ങനെയുള്ള തീർച്ചയായും തടയേണ്ടതാണ്. ഇത് സത്യം പറഞ്ഞാൽ അവർ ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടില്ല, അവർ ജോലിക്ക് പോയിട്ടില്ല, അവർ ചെറിയ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ഇന്നലെ കൂലിപ്പണിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ 4,500 രൂപയ്ക്ക് വേണ്ടിയാണ് അവർ ഇന്നും. സത്യം പറഞ്ഞാൽ നമുക്ക് വളരെ വിഷമമുണ്ട്. നാട്ടുകാരെ ഞങ്ങൾ പല ഇതുകൊണ്ടാണ് ഇതിൽ ഇടപെടേണ്ടി വന്നത്.